ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഈ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആ ഒരു ടോപ്പിക്കാണ്. ഇപ്പം ഫസ്റ്റത്തേതല്ല നമ്മൾ തുടങ്ങുന്നത്, സെക്കൻഡ് സിലബസിൽ നമ്മൾ സെക്കൻഡത്തെ പോയിന്റാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് പാർട്ടുണ്ട്. ഗ്രാമർ പാർട്ടുണ്ട്, അതേപോലെ തന്നെ വൊക്കാബുലറി പാർട്ടുണ്ട്. ഈ രണ്ട് പാർട്ടിനും സെയിം മാർക്കാണ് വരുന്നത്. ഗ്രാമർ പാർട്ടിന് നമുക്ക് 10 മാർക്കുണ്ട്, വൊക്കാബുലറി പാർട്ടിനും 10 മാർക്കുണ്ട്. പക്ഷെ ഇതിനകത്ത് വ്യത്യാസം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാമർ പാർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു 2 3 ആഴ്ച ഇതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് പഠിക്കുവാണെങ്കിൽ ഗ്രാമർ പാർട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോങ് ടൈമിലാണ് ഈ വൊക്കാബുലറി നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് കിട്ടുക. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഒരുപാട് വേർഡ്സിന്റെ അർത്ഥം പഠിക്കുക, ഒരുപാട് വൺ വേർഡ് പഠിക്കുക, ഇഡിയംസ് പഠിക്കുക, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും ഇത്ര വൊക്കാബുലറി വെച്ച് പഠിക്കുക. അത് എത്ര എണ്ണം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം, അതൊന്നും വിഷയമില്ല. പക്ഷെ കൺസിസ്റ്റൻസി ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഓരോ ദിവസവും ഇത്ര വൊക്കാബുലറി വെച്ച് പഠിക്കാൻ നമുക്ക് പറ്റണം. അത് ഈ ഓരോന്നിനും പഠിക്കാൻ പറ്റണം. വൺ വേർഡിയും ആയിക്കോട്ടെ, ഇഡിയംസ് ആയിക്കോട്ടെ, ഫ്രൈസസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോന്നിനും മാറി മാറി പഠിച്ച് അത് ഈ നമ്മുടെ എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വൊക്കാബുലറി ഉണ്ടാവണം. ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ ജസ്റ്റ് നമുക്ക് ഈ സിലബസിലൂടെ ഒന്ന് കടന്നു പോവാം. അത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ കരുതിയാൽ മതി. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാനിത് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ടൊന്നും പഠിക്കുന്നില്ല. സിലബസിലുള്ളത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സിലബസിലുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ SSC എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നതാണ്. SSC എക്സാം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ PSC വരുന്നത്. ആ ഒരു പാറ്റേണിലോട്ടാണ് PSC ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി, ഇതിനു വേണ്ടി ഞാൻ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയപ്പോൾ മനസ്സിലായത്, അതിൽ ചോദിച്ചിരുന്ന ഒരുപാട് വൊക്കാബുലറി, അതേപോലെ തന്നെ അതിനകത്ത് ചോദിച്ചിരുന്ന റൂൾസ്, അതിന്റെ എക്സെപ്ഷൻസ്, ഈ കേസുകളെല്ലാം തന്നെ PSCയിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്തിലായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ലേണിംഗ് രീതിയാണ് നമ്മൾ അവലംബിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ഫസ്റ്റത്തേത് ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. ഇതിനകത്ത് ഇത് നമുക്ക് PSC ഒരുപാട് അങ്ങനെ ചോദിച്ച് കാണുന്ന ഒന്നല്ല. സിമ്പിൾ സെന്റൻസസ്, കോമ്പൗണ്ട് സെന്റൻസസ്, അതേപോലെ തന്നെ കോംപ്ലക്സ് സെന്റൻസസ്, പിന്നെ ഡിക്ലറേറ്റീവ് സെന്റൻസസ്, ഇന്ററഗേറ്റീവ് സെന്റൻസസ്, ഇങ്ങനെ പറഞ്ഞ് കുറച്ച് സെന്റൻസുകളുണ്ട്. ഇപ്പൊ ഇന്ററഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ വേർഡ്സ്, ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കേണ്ട, ഇത് ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഐ ആം ഗോയിങ് ടു എ ഷോപ്പ്, ഒരു കടയിലേക്ക് പോകുന്നു, അതൊരു സിമ്പിൾ സെന്റൻസാണ്, അത് അവിടെ തീർന്നു. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് പാർട്ട് വരും. ഞാൻ കടയിലേക്ക് പോയപ്പോൾ മഴ പെയ്യുകയായിരുന്നു, രണ്ട് സാധനം വന്നു. ഇറ്റ് വാസ് റെയിനിങ് when I was going to a shop, അല്ലെങ്കിൽ when I was going to shop. അങ്ങനെ രണ്ട് പാർട്ട് വരുന്നതിനെയാണ് കോമ്പൗണ്ട് സെന്റൻസസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ സ്പീഡ് കൂടുതലൊന്നും ഇല്ലെന്ന് അനുമാനിക്കുകയാണ്, ഉണ്ടെങ്കിൽ ഞാൻ കുറയ്ക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ സെന്റൻസുകളിലോട്ടെല്ലാം നമ്മൾ പിന്നീട് വരും. അന്നേരം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ പാർട്സ് ഓഫ് സ്പീച്ച്, അത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ്. അത് ഞാൻ ജസ്റ്റ് പറയുമ്പം അതിനെപ്പറ്റി എടുക്കാം. അതിന് താഴെ എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്. നമുക്കറിയാം വെർബ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. സിംഗുലർ, പ്ലൂറല്, പിന്നെ ഓരോ ടെൻസിലുള്ളത്, സിമ്പിള്, പ്രസന്റ്, അങ്ങനെ പല ടെൻസിലുള്ളതുണ്ട്. അപ്പം ഇത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് സെന്റൻസ് കറക്ഷൻ അതേപോലുള്ള കേസസിലാണ്. ദെൻ ആർട്ടിക്കിൾസ് വരുന്നത് ദ ഉപയോഗിക്കുക, എ ഉപയോഗിക്കുക, ആൻ ഉപയോഗിക്കുക, ഈ കേസസ് ആണ്. ദെൻ യൂസ് ഓഫ് എ പ്രൈമറി ആൻഡ് മൊഡാൽ ഓക്സിലറി വേർബ്. മൊഡാൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മേ, മൈറ്റ്, ഷാള്, ഷുഡ്, ആ വക സാധനങ്ങൾ. ഓക്സിലറി വെർബ്സ് ആണ് ഈസ്, ആം, ആർ, വാസ്, വെയർ, ആ വക സാധനങ്ങൾ. ഇത് അതെന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ഒരു
പേരന്റ് ഗ്രൂപ്പിന്റെ പാർട്ടാണ്. ഇതൊന്നും കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുക ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് സിലബസിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, നമ്മൾ സിലബസുമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് നമ്മൾ വരും ക്ലാസ്സുകളിലോട്ട് പഠിക്കുന്നതെന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദെൻ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്, ഇത് ഒരു നൗൺ പോലെ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ ഒരു പാർട്ടാണ്. അതായത് ജെറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നൗണിന്റെയും ഓരോ വെർബിന്റെയും ING ഫോമാണ്. ഇപ്പം സ്വിം, അതിനോട് ING ചേർത്ത് നമ്മൾ സ്വിമ്മിങ് എന്ന് പറയും. ആ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ സ്വിം എന്ന് പറയുമ്പോൾ അതൊരു വെർബ് ആണെങ്കിൽ കൂടെ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ജെറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്വിമ്മിന്റെ ഇപ്പുറം ഒരു ടു ഇട്ട് കഴിഞ്ഞാൽ ടു സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഇൻഫിനിറ്റീവ് ആയിട്ട് കരുതും. അത്രേ ഉള്ളൂ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ ടെൻസസ്, നമ്മളെല്ലാവരും ഇത് ഓൾമോസ്റ്റ് നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ട്, തീരെ ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്. അപ്പം അന്ന് തൊട്ട് കേട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ്, ഞാൻ അതിന്റെ ഒരു ഔട്ട്ലൈൻ പറയുന്നതാണ്. അപ്പം ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സിമ്പിൾ, പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്, അതിനകത്ത് തന്നെ വീണ്ടും തിരിവ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, അങ്ങനെ പറഞ്ഞ് പല തിരിവുകൾ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതേപോലെ തന്നെ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈഫ് അങ്ങനെ ചേർത്ത് വരുന്ന സെന്റൻസുകളാണ്. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ, ഇൻ, ഓവർ, ഈ വക സാധനങ്ങൾ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ പറയുന്ന ഇംഗ്ലീഷിന്റെ ഒരു ടേമാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ആക്ഷൻസ് തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ കുറെ കുഴപ്പിച്ചിട്ടുള്ള സാധനമാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുക, വേറൊരാൾ പറയുന്നത് കേട്ട് അത് മറ്റൊരാളോട് പറയുക, അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ രാമൻ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് തന്നെ പല ടെൻസസിൽ വരുമ്പോൾ ആ വോയിസിൽ ചേഞ്ച് വരും. അതൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ദെൻ കറക്ഷൻ ഓഫ് സെന്റൻസസ്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാ ഗ്രാമർ പാർട്ടും അതിനകത്ത് വരാൻ കറക്ഷൻ ഓഫ് സെന്റൻസസിൽ. ദെൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ലൈക്ക് ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെ നമ്മൾ എന്തിനേലും കമ്പയർ ചെയ്യുന്നതിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് വൊക്കാബുലറിയിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്. ഇന്ന് നമ്മൾ പഠിക്കും, നൗൺസ് പഠിക്കും. അതായത് പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് നമ്മൾ നൗൺസ് പഠിക്കും. അതിനകത്ത് വരുന്നതാണ് ഈ കളക്റ്റീവ് നൗൺ ഒക്കെ. അതേപോലെ എന്താണ്, എന്തേലും ക്വസ്റ്റ്യൻ ചോദിച്ചാണോ? ഓക്കെ, നൗൺസിന് സിംഗുലർ ഫോം ഉണ്ട്, പ്ലൂറൽ ഫോം ഉണ്ട്, അതുപോലെ തന്നെ നൗൺസിന് ജെൻഡർ ഉണ്ട്. ചിലതിനെ നമ്മൾ കളക്റ്റീവ് നൗൺ, അതായത് ഇപ്പം ടീം, ആർമി, ജൂറി, ഇങ്ങനെ ഒരു ക്രൗഡ്, ഇങ്ങനെ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ തന്നെ ആവണമെന്നില്ല, ജീവികളോ അല്ലെങ്കിൽ എന്ത് വസ്തുക്കളോ നമ്മൾ കൂട്ടമായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേക പേരിട്ട് പറയുന്നുണ്ട്. അതിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, അതായത് കേപ്പബിൾ, ഇൻകേപ്പബിൾ. കേപ്പബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻകേപ്പബിൾ. നമ്മൾ ആ ഫ്രണ്ടിൽ ഇൻ ചേർക്കുന്നതിന് നമ്മൾ പ്രിഫിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ
സോറി, കോമ്പൗണ്ട് വേർഡ്സ്, ദെൻ സിനോനിംസ്, ആന്റോനിംസ്, ഫ്രൈസൽ വെർബ്സ്. സിനോനിംസ് എന്താണ് അതിന്റെ മലയാളം? മലയാളം ഞാൻ വിട്ടുപോയി, പോട്ടെ. കേട്ടിട്ടുണ്ടാവുമല്ലോ സിനോനിംസ്, ആന്റോണിംസ്, വിപരീത പദങ്ങൾ. ദെൻ ഫ്രൈസൽ വെർബ്സ്, അതാണ് മറ്റേ പുട്ട് ഡൗൺ, പുട്ട് അപ്പ്, പുട്ട് അപ്പോൺ, ആ വക ക്വസ്റ്റ്യൻസ്, കം ഓഫ്, ആ വക സംഭവങ്ങളാണ് ഫ്രൈസൽ വെർബ്സ്. അതിന്റെ നമുക്കൊരു പറയാം, എന്ത് പറയാം എന്നാണ്, ഓക്കെ. ദെൻ നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. പര്യായ പദം, താങ്ക് യു. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാനുണ്ട്. അതായത് ഒരു കുറച്ച് നീണ്ട ഒരു സെന്റൻസ് വരും, അതിനൊരു ഒറ്റ വാക്ക് ഉണ്ടാവും ഇംഗ്ലീഷിൽ, ആ വേർഡ് കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ഒറ്റ വാക്ക് ഉണ്ടാവും, അതിന്റെ മീനിങ് കണ്ടെത്തുക. അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. ദെൻ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്. ചില വേർഡ്സ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം രീതിയിലായിരിക്കും, പക്ഷെ അതിന് ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും. അങ്ങനെയുള്ളത് വേർഡ്സ്, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, ആ ലിസ്റ്റ് നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ്, സ്പെല്ലിംഗ് നമുക്ക് കൺഫ്യൂസീവ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇഡിയംസ്, നമ്മുടെ മലയാളത്തിലെ പഴഞ്ചൊല്ല്, അതിന്റെ മീനിങ്. ഇപ്പം നമ്മൾ ഇഡിയംസ് ഒക്കെ പഠിക്കുന്ന ആ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ മലയാളത്തിൽ പറയുന്ന പല പഴഞ്ചൊല്ലുകളും ഇംഗ്ലീഷിലും ഉണ്ട്. ആ സെയിം പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്, അത് നമ്മൾ മലയാളത്തിലോട്ട് മാറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് അബ്രവിയേഷൻസ്, അതായത് എക്സെട്ര, എക്സാമ്പിൾ, ഈ ടൈപ്പ്. അതിനൊക്കെ നമ്മൾ എക്സാമ്പിൾ EG എന്ന് എഴുതുന്നത്, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, എക്സെട്ര, ആ ടൈപ്പ് അബ്രിവിയേഷൻസ്, അതിന്റെ മീനിങ്. ഇത്ര സംഭവങ്ങളാണ് നമുക്ക് വൊക്കാബുലറി പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സിലബസ് ഒന്ന് പരിചയപ്പെട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ടോപ്പിക്കിലുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. സ്ക്രീൻ ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ബുക്ക് മേടിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ആദ്യം വരുന്ന പാർട്ടാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അതേപോലെ തന്നെ സ്കൂളുകളിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, മിക്കവർക്കും അറിയായിരിക്കും. ഇതപ്പോൾ ഒരു റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് നമുക്ക് വരുന്ന 8 പാർട്സ് ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് പല വേർഡ്സ് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഓരോ വേർഡ്സിനും ആ സെന്റൻസ് ഒരു ഭാഗം എന്താണ്, ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ടാവും. ആ റോളിനെ പറയുന്നതാണ് ആ സ്പീച്ചിന്റെ പാട്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് 8 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ നൗൺ ആണ്, ദെൻ പ്രോനൗൺ, നമുക്കത് കഴിഞ്ഞ് വെർബ് ഉണ്ട്, അഡ്വർബ് ഉണ്ട്, ദെൻ അഡ്ജക്റ്റീവ് ഉണ്ട്, പ്രപ്പോസിഷൻസ്, കൺജക്ഷൻസ് ആൻഡ് ഇന്റർജെക്ഷൻ. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിക്കാറ്. പക്ഷെ സിമ്പിൾ ആണെങ്കിൽ കൂടി, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് അത് എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഉറപ്പായിട്ടും നമ്മൾ ശരിയാക്കിയിരിക്കണം. നമ്മുടെ ടാർഗറ്റ് ഞാൻ പറഞ്ഞു, അതായത് ഫുൾ മാർക്ക്, ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 18-19 മാർക്കെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. നമ്മളത് മേടിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതിന്റെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കുറച്ച്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ട് പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ദ വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ലി. ക്വിക്ലി എന്ന് പറയുന്ന ഈ പാർട്ട് ഓഫ് സ്പീച്ചിൽ ഏത് പാർട്ടായിട്ട് വരും എന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിനിഷ് ദ ഇന്റർവ്യൂ റെസ്യൂം ഓൺ മൺഡേ, പ്ലീസ് ബ്രിങ് കോപ്പി ഓഫ് യുവർ റെസ്യൂമേ ടുഡേ ഇറ്റ്സെൽഫ്. നിങ്ങൾ നോക്കിയാണ് രണ്ടിനും സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷെ രണ്ടും രണ്ട് ഡിഫറെന്റ് മീനിങ് ആണ്. അപ്പം ഇത് രണ്ടും റെസ്പെക്റ്റീവ്ലി എന്ത് പാർട്സ് ആണ് ഈ ഈ ഒരു സെന്റൻസിൽ പ്ലേ ചെയ്യുന്നതെന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടും അറിഞ്ഞിരിക്കണം. ചില കേസസിൽ നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ ഈ സബ്ജക്ട് തീർന്നു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അല്ലാണ്ടും കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് ഇതിന്റെ അവസാനം. അത് നമ്മൾ ചെയ്യും. വളരെ പതുക്കെ നമ്മൾ പോകുന്നുള്ളൂ. കറക്റ്റാണ്. കുറച്ച് പേർ ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. സന്തോഷം. നിങ്ങൾ പഠിക്കുന്നൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ സന്തോഷം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പൊ നമുക്കിനി മെയിൻ ആയിട്ട് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പം പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നതാണ് നൗൺ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരുപാട് ഇതിനകത്ത് പഠിക്കാനില്ല. എന്നിരുന്നാൽ കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ഈ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഈ നൗൺ വളരെ വലിയ നമുക്ക് പ്രശ്നക്കാരനല്ലാത്തത്. പക്ഷെ നൗണ്ട് തന്നെ സിംഗുലർ നൗൺസ്, പ്ലൂറൽ നൗൺസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കളക്റ്റീവ് നൗൺസ്, ഇൻഫിനിറ്റീവ്, ജെറൻസ്, ഇതെല്ലാം ഈ നൗൺസിന്റെ പോർഷൻ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. അതെല്ലാം നമുക്ക് ഇച്ചിരി പണി തരുന്ന സാധനങ്ങളാണ്. അപ്പം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് പറയുന്നത്. ആ പോർഷൻ, ആ ടോപ്പിക്സ് എടുക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന, നമ്മൾ ഒരാളുടെ പേര് വിളിക്കുന്നു, ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നു, അല്ലെങ്കിൽ മൊബൈല്, ലാപ്ടോപ്പ്, പേപ്പർ, സാധാരണ നമ്മൾ പറയുന്ന എന്തും, ഒരു ആക്ഷൻ അല്ലാത്ത എന്തും എന്താണ്? നൗണാണ്. നിങ്ങളുടെ പേര് പറയുന്നു, അല്ലെങ്കിൽ കേരള, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ഞാൻ എടുത്താണ്. അപ്പം ഇതെല്ലാം എന്താണ്? നൗൺസ് ആണ്. നൗൺസ് ആർ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ്, ഐഡിയാസ്, തിങ്സ്. ഇനിയുണ്ട്, എക്സെട്ര ഇടാനുണ്ട്. അപ്പം ഇനി നൗൺസിന് നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതാണ് കോമൺ നൗൺസ്, അതേപോലെ തന്നെ പ്രോപ്പർ നൗൺസ്. ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നു, കുറെ നൗൺസ് തരും. ഇതിനകത്ത് കോമൺ നൗൺ ഏതാണ്, പ്രോപ്പർ നൗൺ ഏതാണ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ബാക്കി മൂന്നെണ്ണം ചിലപ്പോൾ കോമൺ ആയിരിക്കും, ഒരെണ്ണം മാത്രമേ പ്രോപ്പർ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ നേരെ വൈസ് വേഴ്സ ഓപ്പോസിറ്റ് വരാം. കോമൺ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് എന്താണ് അഡ്രസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതായത് ഇതിനകത്ത് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോലെ വിമൻ, കാറ്, റിവർ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റിവറിന്റെ പേരല്ല പറയുന്നത്. ഇപ്പം ഭാരതപ്പുഴ അല്ലെങ്കിൽ പമ്പ റിവർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് കോമൺ നൗൺ അല്ല, അതൊരു പർട്ടിക്കുലർ റിവറിന്റെ പേരാണ് പറയുന്നത്. പക്ഷെ ചുമ്മാ ഒരു റിവർ അല്ലെങ്കിൽ ഒരു ഹില്ല്, ദ എവറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും കോമൺ അല്ല. പക്ഷെ ജസ്റ്റ് ഒരു മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കോമൺ നൗൺ ആണ്, ജനറൽ ആയിട്ട് പറയുന്ന. കാറ്, ആ കാറിന്റെ പേര് പറയുകയാണെങ്കിൽ അത് കോമൺ നൗൺ അല്ല, അതന്നേരം എന്താവും? പ്രോപ്പർ നൗൺ ആവും. നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന സംഭവങ്ങളാണ് കോമൺ നൗൺ. വിമൻ പറഞ്ഞാൽ വിമന്റെ കൂടെ മെൻ പറയാം. സോറി, അങ്ങനെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നൗൺസ് ആണ് കോമൺ നൗൺസ്. അപ്പം പ്രോപ്പർ നൗണിലോട്ട് വരികയാണല്ലോ. പ്രോപ്പർ നൗണിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ഒരു പേര്, ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ജെയിംസ്, അതൊരു പ്രോപ്പർ നൗൺ ആണ്. ദ സൺ, ഇപ്പൊ വെറും ഒരു സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ അത് ഒരു കോമൺ നൗൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗാലക്സിയിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സൺ ഉള്ള പോലെ മറ്റു പല സോളാർ സിസ്റ്റങ്ങളിലും സൺ ഉണ്ട്. പക്ഷെ ദ സൺ എന്ന് നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സണ്ണാണ്.
അപ്പോൾ അത് പ്രോപ്പർ നൗൺ ആണ്. ചുമ്മാ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്. അതേപോലെ തന്നെ നമ്മളൊരു പ്ലേസിന്റെ പേര് കോട്ടയം, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന്റെ പേര് ക്രിസ്മസ്, ഓണം, വിഷു, ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺസ് ആണ്. അപ്പം ഈ എക്സാമ്പിൾസ് വരുന്നത് വെറുതെ അല്ല, നമുക്ക് ഈ എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. ആ എക്സാമ്പിൾസ് ഒരു കീ പോയിന്റ് ആയിട്ട് വേണം കരുതാൻ. ആ എക്സാമ്പിൾസ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ വെറുതെ സണ്ണെന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം അത് കോമൺ നൗൺ ആണ്, നമ്മൾ തെറ്റിക്കാനിട്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോപ്പർ നൗൺസിന് എന്തായിരിക്കും, ഫസ്റ്റ് ലെറ്റർ ഉറപ്പായിട്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അതാണ് നമ്മൾ പേരെഴുതുമ്പോഴും നമ്മുടെ ഒരു സ്ഥലപ്പേര് എഴുതുമ്പോഴും ഒക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ്സ് എ പ്രോപ്പർ നൗൺ. ദ പ്രോപ്പർ നൗൺ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, കോമൺ നൗൺസ് ഡു നോട്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഷീ ബോട്ട് എ പെയർ ഓഫ് സ്നീക്കേഴ്സ്. ഈ സ്നീക്കേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ നൗണ്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ ഓരോ ടേംസും എന്താന്ന് പറയാൻ സാധിക്കും. ഇപ്പം കുറച്ചൊക്കെ ഓൾറെഡി അറിയാവുന്നവർക്ക് പറ്റുമായിരിക്കും. ഷീ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പ്രോനൗൺ ആണ്. ബോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർബാണ്. എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ദെൻ പെയർ ഓഫ് സ്നീക്കേഴ്സ് അതൊരു നൗൺ ആണ്. അപ്പൊ ഇങ്ങനെ ഈ പല പാർട്ടുകൾ ചേർന്നാണ് ഈ സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓരോ വേർഡ്സും ഈ സെന്റൻസിന്റെ അല്ലെങ്കിൽ ഈ സ്പീച്ചിന്റെ ഒരു പാർട്ടാണ്. അതാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന രീതിയിൽ പഠിക്കുന്നത്. ദെൻ ഹിയർ ഐ ഹാവ് എ ഡോഗ് അറ്റ് ഹോം. അതിൽ ഡോഗ് എന്ന് പറയുന്ന ഇതൊരു ആനിമൽ ആണ്, അതൊരു നൗൺ ആണ്. ഡോഗ് എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ ആണ്. ഇപ്പൊ ആ ഡോഗിന് നമ്മൾ ഒരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അതെന്താവും, ഒരു പ്രോപ്പർ നൗൺ ആവും, അല്ലെങ്കിൽ അതൊരു കോമൺ നൗൺ ആണ്. ദെൻ ജോൺ ഈസ് മൈ സിബ്ലിംഗ്. ഇവിടെ ജോൺ എന്ന് പറയുന്ന നോണാണ് ഇവിടുത്തെ നൗൺ. അതേപോലെ തന്നെ ജോൺ ഒരു പ്രോപ്പർ നൗൺ ആണ്. ദിസ് ഈസ് മൈ കോളേജ്. ആ കോളേജ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. ആ കോളേജ് ഒരു കോമൺ നൗൺ ആണ്. ആ കോളേജിന്റെ പേര് പറയുകയാണെങ്കിൽ അതെന്താവും, അതൊരു പ്രോപ്പർ നൗൺ ആകും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഇപ്പൊ എടുക്കാൻ സാധിക്കാത്ത നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത്. അത് നൗണിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. പക്ഷെ അത് നമുക്ക് കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് കുറച്ച് സമയം എടുത്ത് ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ടോപ്പിക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വരുമ്പോൾ നമുക്കിത് പഠിക്കാം. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് അഡീഷണൽ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്. അതിലോട്ട് നമ്മൾ വരും. ദെൻ അപ്പം നൗണ് ഇനി നമുക്ക് ഒന്നുകൂടെ പറയണം തോന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ്, ഐഡിയാസ്, തിങ്സ്, അതേപോലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് കോമൺ നൗൺസ്, ദെൻ പ്രോപ്പർ നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ പറയുന്നു. അതായത് വിമൻ, കാർ, റിവർ, മൗണ്ടൻ, ഡോർ, അങ്ങനെ എന്തും അതെല്ലാം എന്താണ്, കോമൺ നൗൺസ് ആണ്. അതേപോലെ തന്നെ പ്രോപ്പർ നൗൺസിലോട്ട് വരികയാണെങ്കിൽ അതൊരു സ്പെസിഫിക് തിങ് ആയിരിക്കും. അതേപോലെ തന്നെ അതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ. അതിനകത്ത് പേര് വരും, ദെൻ സ്ഥലങ്ങളുടെ പേര്, ആളുകളുടെ പേര്, ഫെസ്റ്റിവൽസ്, ദ സൺ, അതൊക്കെ അത് ഞാൻ ചുമ്മാ ഇട്ടതല്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് നൗണിനെ പറ്റി പഠിക്കാൻ. ബാക്കി ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മതി. നമുക്ക് അടുത്ത പാർട്ട് ഓഫ് സ്പീച്ചിലേക്ക് പോവാം. അതാണ് പ്രോനൗൺ. അതായത് നൗണിന് പകരം, ഇൻ പ്ലേസ് ഓഫ് നൗൺ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. ഇപ്പൊ നമ്മൾ സ്റ്റോറി എഴുതുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഞാൻ ഒന്നുകൂടെ ഇത് നിങ്ങൾ റിവിഷനായിട്ട് കണ്ടാൽ മതി. അറിയത്തില്ലാത്തവര് പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വളരെ സ്ലോയിൽ പഠിക്കാം. ഓക്കെ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞു തുടങ്ങി, ഒരു സ്റ്റോറിയിൽ ഒരാളുടെ പേര് പറഞ്ഞു തുടങ്ങിയാൽ വീണ്ടും വീണ്ടും ആ പേര് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് വീടാണ്. അപ്പം അതിന് പകരം, ആ നൗൺസിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രോനൗൺ. ഇപ്പം ഒരാളുടെ പേര് പറഞ്ഞു, രാജു എന്നൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ആ രാജുവിനെ നമ്മൾ ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊണ്ട് പിന്നെ പറയുമ്പോൾ രാജുവിന് പകരം ഈ ഹിം, ഹിംസെൽഫ്, ഈ ഒരു രീതിയിൽ പുള്ളീനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. The pronouns are okay. Okay. Pronouns are words that are used to replace a noun in a sentence. നൗണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോനൗൺസ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ, ഹി. ഇപ്പം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ആദ്യം നമ്മുടെ മൈ നെയിം ഈസ് നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐ ചേർത്തോ അല്ലെ മൈ ചേർത്തോ പറയാറുള്ളത്. പിന്നെ നമ്മുടെ പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പൊ നമ്മുടെ പേരിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ പ്രോനൗൺ ഐ അല്ലെങ്കിൽ ഐ ചേർത്ത് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്. നമ്മൾ ആനിമൽസിനൊക്കെ പറയുമ്പോൾ ഇറ്റ് എന്നൊക്കെയാണ് പറയാറ്. ദം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള്, ഹിസ്, യുവേഴ്സ്, എനിവൺ, നോബഡി, ഹൂ. ഈ വക സംഭവങ്ങളാണ് എന്ത് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന പാർട്സ്. ഓക്കെ. ഇനി പ്രോനൗണിനകത്ത് തന്നെ പ്രോനൗൺസിനെ തന്നെ മെയിൻ ആയിട്ട് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് റിഫ്ലക്സീവ് പ്രോനൗൺ ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വരുന്ന 4 കാറ്റഗറി: റിഫ്ലക്സീവ് പ്രോനൗൺസ്, പൊസസീവ് പ്രോനൗൺസ്, റിലേറ്റീവ് പ്രോനൗൺസ് ആൻഡ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. അപ്പം ഇത് പഠിക്കാനായിട്ടാണ് ഞാൻ താഴെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആ ഫസ്റ്റത്തെ അവിടെ നിൽക്കട്ടെ, സെക്കൻഡത്തെ നോക്കാം. ഡിഡ് എനിബഡി നോട്ടീസ് എ റെഡ് ബാഗ് ഓൺ ദ കൗണ്ടർ? ഇവിടെ ഈ എനിബഡി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ആരെങ്കിലും കണ്ടോന്നാ ചോദിച്ചിരിക്കുന്നത്. ആരെങ്കിലും നോട്ടീസ് ചെയ്തോ? ആ കൗണ്ടറിൽ ഇരിക്കുന്ന റെഡ് ബാഗ് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അവിടെ നമുക്ക് ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഒരു പേഴ്സണെ പറയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ സാധിക്കാത്തത് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് യൂസ് ചെയ്യാം. നമുക്ക് ഓർക്കില്ല. അപ്പൊ അതാണ് ഇവിടെ എനിബഡി എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നോബഡി, ഇവിടെ നോബഡി ഉണ്ട്, സംബഡി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. ഇത് ഒരു സം പീപ്പിൾ, ഒരു കുറച്ച് കൂട്ടമാണ്. അപ്പൊ നമുക്ക് ഒരു എക്സാക്ട്ലി ഒരു പേഴ്സണെ പറയാൻ സാധിക്കാത്തപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡെഫിനിറ്റീവ് പ്രോനൗൺ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, ഈസ് ദിസ് ദ പേഴ്സൺ ഹു വോൺ ദ ഫസ്റ്റ് പ്ലേസ്? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹൂ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പ്ലേസ് നേടിയ പേഴ്സൺ ആണോ ഇത്? ഇതാണ് ഫസ്റ്റ് പ്ലേസ് നേടിയ പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആ ഫസ്റ്റ് പ്ലേസിന് ആ പേഴ്സണെയും റിലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഹൂ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ ഹൂവിന്റെ സ്ഥാനത്ത് നമുക്ക് ഹും യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് റിലേറ്റീവ് പ്രോനൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പൊസസീവ് പ്രോനൗൺ. പൊസസീവ് പ്രോനൗണായിട്ട് വരുന്നതാണ് ഹിസ്, ഹെർ, ദെയർ, അവർ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു തിങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അതിനെ പൊസസ് ചെയ്യാം. നമ്മളാണ് അത് ചെയ്തത്. ദാറ്റ് ഈസ് ഹെർ ഹാൻഡ് ബാഗ്. ഇത് അവളുടെ ഹാൻഡ് ബാഗ് ആണ്. ദാറ്റ് ഈസ് ദെയർ പ്രോപ്പർട്ടി. ഇത് അവരുടെ പ്രോപ്പർട്ടിയാണ്. കാരണം ആ പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്ന അവരാണ്. അല്ലെങ്കിൽ ആ ഹാൻഡ് ബാഗ് പൊസസ് ചെയ്യുന്ന, കൈവശം വെച്ചിരിക്കുന്ന അവളാണ്. അപ്പം ലിറ്ററലി കൈവശം വെച്ചിരിക്കുന്ന എന്നൊരു അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന്റെ ബാധ്യത അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആ ആളാണെന്ന് കാണിക്കാനാണ് പൊസസീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ റിഫ്ലക്സീവ് പ്രോനൗൺ. ഇതാണ് ഞാൻ ഒരു തവണ ചോദിച്ചെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഐ ആക്സിഡന്റലി ഹർട്ട് മൈസെൽഫ് വൈൽ പ്ലേയിങ് യെസ്റ്റർഡേ. ഇന്നലെ കളിക്കുന്നതിനിടയ്ക്ക് ഞാൻ മൈസെൽഫ്, സ്വയം മുറിവേൽക്കപ്പെട്ടു അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാര്യം ഇപ്പം നമ്മൾ പറയാണ് അത് ഞാൻ തന്നെ ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തതാണ്. അത് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനൊരു സ്ട്രെസ് കൊടുക്കുകയാണ്. അത് ഞാൻ തന്നെ ചെയ്തതാണ്.
അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു ഒരു ഊന്നൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഫ്ലക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. ഐ ആക്സിഡന്റലി ഹെൽപ്പ് മൈസെൽഫ്, ഞാൻ തന്നെ വീണു, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തു, അവര് തന്നെ എന്തെങ്കിലും ചെയ്തു, they themselves made that craft. അത് അവർ തന്നെ ചെയ്തതാണ്, അവർ സ്വന്തം ചെയ്തതാണ്. ഒരു ഊന്നൽ കൊടുക്കുക, ഒരു അഭിമാന നിമിഷമൊക്കെ കാണിക്കുക. ഇവിടെ ഒരു അഭിമാന നിമിഷം അല്ല എങ്കിൽ പോലും അപ്പൊ കാണിക്കാനായിട്ട് നമ്മൾ ഈ റിഫ്ലക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രോനൗൺസിനെ പറ്റി പഠിക്കാൻ. നമുക്കത് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നൗൺ നമ്മൾ ആദ്യം പഠിച്ചു. ആ നൗണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്, ഒരു സെന്റൻസിൽ നൗൺസിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പേര് പറഞ്ഞ് ആയി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റോറിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവൻ, അവൾ, അവർ അങ്ങനെ പറഞ്ഞായിരിക്കും തുടങ്ങുക. ആദ്യം നമ്മൾ ആ ആളെ അല്ലെങ്കിൽ ആ പ്ലേസ് അല്ലെങ്കിൽ ആ വസ്തു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നൗൺ യൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? പ്രോനൗൺസ് ആണ് യൂസ് ചെയ്യുക. ആ നൗൺസിന് പകരം പ്രോനൗൺസ് യൂസ് ചെയ്യും. ആ പ്രോനൗൺസിനകത്ത് തന്നെ 4 ടൈപ്പ് ഉണ്ട്: റിഫ്ലക്സീവ് പ്രോനൗൺസ്, പൊസസീവ് പ്രോനൗൺസ്, റിലേറ്റീവ് പ്രോനൗൺസ്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ, ഫസ്റ്റത്തെ എക്സാമ്പിൾ അത് നമുക്ക് പറയാനുണ്ടായിരുന്നു. ഐ അറൈവ്ഡ് ഹോം അറൌണ്ട് 6 PM. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് പറയുന്നത്. ഐ അറൈവ്ഡ് ഹോം അറൌണ്ട് 6 PM. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല. ജസ്റ്റ് പ്രോണൗണ്ട് ഈ 4 പെടാത്ത പ്രോണൗണ്ട് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ 6 മണിക്ക് വീട്ടിൽ എത്തി. ഓക്കെ, അപ്പൊ 4 ടൈപ്പ് പ്രോണൗൺസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇൻഡെഫിനിറ്റ്, നമുക്ക് ആളെ അറിയത്തില്ലാത്ത അവസ്ഥ. അപ്പൊ നമ്മളൊരു ലാർജ് ഒരു ആളുകളുടെ കൂട്ടത്തെ നമ്മൾ അഡ്രസ് ചെയ്യും. അതാണ് എനിബഡി, നോബഡി, സംബഡി, ഈ ടൈപ്പ്. ദെൻ റിലേറ്റീവ് പ്രോണം, അതായത് 2 സാധനങ്ങൾ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ പേഴ്സൺ ഹു വോൺ ദ ഫസ്റ്റ് പ്ലേസ് നേടിയ പേഴ്സൺ, ഈ പേഴ്സൺ ആണ് ഫസ്റ്റ് പ്ലേസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ഇതാണ് ഫസ്റ്റ് പ്ലേസ് നേടിയ പേഴ്സൺ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് സെന്റൻസിനും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ അവിടെ ഹു യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ പൊസസീവ് പ്രോനൗൺ, അവിടെ നമുക്ക് ഒരു അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിലാണ് ആ വസ്തു അല്ലെങ്കിൽ ആ ആക്ഷൻ ചെയ്തത് നമ്മളാണ് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് പൊസസീവ് പ്രോനൗൺ. ദാറ്റ് ഈസ് ഹെർ ഹാൻഡ് ബാഗ്, അവളുടെ ഹാൻഡ് ബാഗ് ആണ് അത്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഹിസ് കാർ. ആ ടൈപ്പ് സെന്റൻസസ് അവിടെ, അതാണ് പൊസസീവ് പ്രോനൗൺ. ദെൻ ഒരു ഊന്നൽ കൊടുത്ത് കാണിക്കുക, അതിനാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ്, they themselves made that, I myself wrote that letter, ഇങ്ങനെ പറയുന്നത്. അത് നമുക്ക് തന്നെ ഒരു ഊന്നൽ കൊടുക്കുക, നമ്മുടെ ആ ആക്ഷന് ഒരു ഊന്നൽ കൊടുക്കുന്ന ടൈപ്പ് സെന്റൻസ് ആണ്. അവരെയാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ഇത്ര ഓക്കെയാണ്, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ അല്ലേ? ശരി, നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച്, വെർബ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ. നമ്മൾ ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ആക്ഷനാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല നിങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്തെങ്കിലും ഇത് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ഡൗൺ ചെയ്യുന്ന ഇതെല്ലാം എന്താണ്? ഒരു ആക്ഷനാണ്. നിങ്ങളെല്ലാം ഒരു വെർബിലാണ്, ഞാൻ അടക്കം. വെർബ്സ് എന്ന് പറയുന്നത്, വെർബ്സ് ആർ വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് ആൻ ആക്ഷൻ
being performed by the noun or subject in a sentence. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ എന്ത് പറയും, ആക്ഷൻ വേർഡ്സ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. സോറി, കുറച്ച് എക്സാമ്പിൾസ്: റീഡ്, സിറ്റ്, റൺ, ടിക്ക്, ഗാർണിഷ്, കം, പിച്ച്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്താണ് വെർബാണ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒറ്റ സെന്റൻസിൽ തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. വെർബിന് 3 ഫോംസ് ഉണ്ട്: V1, V2, V3, അല്ലെങ്കിൽ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇങ്ങനെ 3 ടൈംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ പല വെർബ്സ് എടുക്കുമ്പോൾ ചിലതിൻ്റെ കൂടെ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിള് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, ED ചേർത്താൽ മതി. അങ്ങനെ അല്ലാത്ത വെർബ്സും ഉണ്ട്. ഇപ്പം എന്താണ്, ഓക്കെ, ജമ്പ് എന്ന് പറഞ്ഞാൽ വെർബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പാസ്റ്റ് കിട്ടാൻ ED ചേർത്താൽ മതി. ജമ്പ് അതേപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ ED ചേർത്താൽ മതി. പക്ഷെ അതേപോലെ തന്നെയല്ല സിംഗ് എന്ന് പറയുന്നൊരു വെർബ് എടുക്കുന്നത്. സിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് സാങ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സങ് ആണ്. അപ്പൊ നമ്മൾ ഈ ED ചേർത്ത് വരുന്ന വെർബിനെ അല്ല സൂക്ഷിക്കേണ്ടത്, പക്ഷെ ഈ ഇങ്ങനെ വ്യത്യാസമുള്ള വെർബിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള വെർബ്സിനെ ഇറഗുലർ വെർബ്സ് എന്നാണ് പറയുന്നത്. അല്ല, അതിന് വെർബിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അപ്പം നമ്മൾ പറയും. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. അത് നമ്മുടെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ നോട്ട്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വെർബിനെ പറ്റി വളരെ ബേസിക് ലെവലിലാണ് പഠിക്കുന്നത്. കുറച്ച് വെർബ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ എന്ത് ആക്ഷൻ ചെയ്താലും അതെല്ലാം വെർബിന് കീഴിലാണ് വരുന്നത്. ഹി പ്ലേസ് ടെന്നീസ് എവറി ആഫ്റ്റർനൂൺ. എല്ലാ ആഫ്റ്റർനൂണും അവള് ടെന്നീസ് കളിക്കാറുണ്ട്. അവിടെ ആ പ്ലേസ് എന്ന് പറയുന്നതാണ്, ആ പ്ലേ എന്ന് പറയുന്ന ആ വേർഡാണ് ഈ സെന്റൻസിലെ വെർബ്. ഇവിടെ ഷീ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നമുക്കറിയാം ഷീ എന്താണ്, പ്രോനൗൺ ആണ്. ഈ ടെന്നീസ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. Then next example, Arun and Ravi are going to the mall. ഇവിടെ അരുണും രവി എന്താണ്, നൗൺസ് ആണ്. ഈ ആർ ഇവിടെ ഓക്സിലറി വെർബാണ്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വെർബാണ്. അത് നമ്മൾ പിന്നെ പഠിക്കും. വെർബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഈ ഗോയിങ് ആണ്, പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മോൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു നൗൺ ആണ്, കോമൺ നൗൺ ആണ്. Then my friends came to visit me last weekend. ഇവിടെ മൈ എന്താണ്, പ്രോനൗൺ ആണ്, ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ, പൊസസീവ് പ്രോനൗൺ ആണ്. ദെൻ ഫ്രണ്ട്സ് നൗൺ ആണ്. ദെൻ ഇവിടെ കെയിം ആണ് ഇവിടുത്തെ വെർബ്. ഓക്കെ, ഈ വിസിറ്റ് എന്താണ്, ഒരു വെർബാണ്, സന്ദർശിക്കുക. Then did you eat your lunch yet? ഇവിടെ ഈറ്റ് ആണ് എന്ത്, വെർബ്. ഇവിടെ ഡിഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്, നമുക്ക് പിന്നെ പഠിക്കാം. യു എന്താണ്, പ്രോനൗൺ ആണ്. ഈറ്റ് ആണ് ഇവിടുത്തെ വെർബ്. ലഞ്ച് എന്ന് പറയുന്നത് നൗൺ ആണ്. യുവർ പൊസസീവ് പ്രോനൗൺ ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വെർബിനെ റീക്യാപ്പ് ചെയ്യാം. അപ്പൊ വെർബിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. വെർബ് എന്ന് പറയുന്ന ഒരു ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എന്തും വെർബാണ്. നമ്മുടെ ഒരു പ്രവൃത്തി നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കില്ല. എന്തെങ്കിലും ഇപ്പം വേറെ ആരായിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അതിനെല്ലാം എന്താണ് നമ്മൾ പറയുന്നത്, ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് വെർബ് എന്ന്. വെർബിനകത്ത് തന്നെ പല ഫോംസ് ഉണ്ട്, അത് നമ്മൾ പിന്നെ പഠിക്കും. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് വെർബിനെ പറ്റി പഠിക്കും. പ്ലേസ്, ഗോയിങ്, കെയിം, റീഡ്, സിറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, വെർബിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ,
അത്ര ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ടോപ്പിക്കിലേക്ക് പോകാം. ഇത്രയാണ് അഡ്വേർബ് വരെയാണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കിയുള്ള 4 നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുക. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അന്ന് തൊട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി വൊക്കാബുലറിയും പഠിച്ചു പോകും. ഇന്ന് നമ്മൾ അഡ്വേർബ് വരെയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ആക്ഷൻ ചെയ്തു. ആ ആക്ഷനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന എന്താണ്, അതിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പം ആക്ഷൻ എങ്ങനെ നടന്നു, എപ്പം നടന്നു, എവിടെ വെച്ച് നടന്നു, ഈ വക നമുക്ക് ഒരു ആക്ഷനെ പറ്റി ഒരു കൂടുതൽ മോർ ഇൻഫർമേഷൻ തരിക, അതിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു എക്സാമ്പിൾ ഉണ്ട്. ക്വിക്ലി എന്ന് പറയുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ അതിനെ കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വിക്ലി എന്ന് പറയുന്നത് ആഡ്വേർബിൽ വരുന്നതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ റാൻ ക്വിക്ലി. അവിടെ ഷീ റാൻ ക്വിക്ലി എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെ ഓടി, അവൾ പെട്ടെന്ന് ഓടി. അവൾ എങ്ങനെ ഓടി എന്ന് കാണിക്കാനാണ് ഹൗ, എങ്ങനെ ഓടി എന്ന് കാണിക്കാനാണ് അവിടെ ക്വിക്ലി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വെർബിന് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവൾ പെട്ടെന്ന് ഓടി, അല്ലെങ്കിൽ ഷീ റാൻ വെരി സ്ലോ, പയ്യെ ഓടി. അങ്ങനെ പറയുമ്പോൾ ആ വെർബിനാണ് ഒരു വിശേഷണം കൊടുക്കുന്നത്. അതിനെയാണ് ആഡ്വർബ്സ് എന്ന് പറയുന്നത്. അപ്പം ആഡ്വർബ്സിനകത്ത് തന്നെ ആഡ്വർബ്സ് ഓഫ് മാനർ, എങ്ങനെ, ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി, ഏത് എക്സ്റ്റെന്റ് വരെ, ദെൻ ഫ്രീക്വൻസി, എത്ര തവണ. ഇത് പറയണം, ഈ വിസിറ്റ്സ് മീ വെരി ഓഫൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് എന്നെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വിസിറ്റിന് ഒരു വിശേഷണം കൊടുക്കുകയാണ്. ഈ വിസിറ്റ്സ് മീ എന്ന് പറയുകയാണെങ്കിൽ അവൻ എന്നെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷെ ഈ വിസിറ്റ്സ് മീ വെരി ഓഫൺ എന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും എന്നെ സന്ദർശിക്കുന്നുണ്ട്. അപ്പം ആ വിസിറ്റിന് ഒരു ആഡ് ഓൺ കൊടുക്കുകയാണ്, ഒരു വിശേഷണം കൊടുക്കുകയാണ്. ദെൻ ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, എവിടെ നടന്നു, എപ്പം നടന്നു, ഈ നമ്മൾ ചെയ്ത ആ ആക്ഷൻ എപ്പം നടന്നു, എവിടെ വെച്ച് നടന്നു, എങ്ങനെ നടന്നു, എത്ര ഫ്രീക്വന്റ് ആയിട്ട് നടന്നു, ഈ വക കാര്യങ്ങളാണ് ആഡ്വർബ് ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെ ഡിഡ് യു കം ഹിയർ ടു പർച്ചേസ് ആൻ അംബ്രല്ല. ഇവിടെ ഡിഡ് യു കം ഹിയർ, കം വരിക, ഇവിടെ. നിങ്ങൾ ഒരു അംബ്രല്ല പർച്ചേസ് ചെയ്യാനാണോ ഇവിടെ വന്നത്, എവിടെ വന്നു, ഇവിടെ വന്നു. അപ്പം നമ്മൾ ആ ഒരു വെർബിന് നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യുകയാണ്. ആ വെർബിന് നമ്മൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ നമ്മളെ കേൾക്കുന്ന ആൾക്ക് കൊടുക്കുകയാണ്. അല്ല നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കുറച്ചുകൂടി ഇൻഫർമേഷൻ നമ്മൾ ആ ചെയ്ത ആക്ഷന് കുറച്ചുകൂടി ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ആ വെർബിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇത് കം ഹിയർ, നീ ഇവിടെ വന്നു. ലൈക്ക് നീ ഒരു അംബ്രല്ല മേടിക്കാനാണോ ഇവിടെ വന്നത്, അല്ലെങ്കിൽ വെറുതെ ചോദിക്കാം, അംബ്രല്ല മേടിക്കാനാണോ വന്നതെന്നും വേണം ചോദിക്കാം. അപ്പൊ അവിടെ ഒരു അഡ്വർബ് ഇല്ല. പക്ഷെ ഡിഡ് യു കം ഹിയർ ടു പർച്ചേസ് ആൻ അംബ്രല്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു അഡ്വർബ് ഉണ്ട്. ആ ഹിയർ എന്ന് പറയുന്ന ഒരു അഡ്വർബ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഐ കുഡന്റ് അറ്റൻഡ് സ്കൂൾ യെസ്റ്റർഡേ സിൻസ് ഐ വാസ് അൺവെൽ. എന്താണ്, ആർക്കോ ഇന്നലെ സ്കൂള് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, ബിക്കോസ് അല്ലെങ്കിൽ ഹി വാസ് അൺവെൽ. അപ്പൊ എപ്പോഴാണ് അൺവെൽ ആയിരുന്നത്? യെസ്റ്റർഡേ ആണ്. സോറി, അൺവെൽ ആയിരുന്നത് യെസ്റ്റർഡേ ആണ്. അതേപോലെ തന്നെ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതും യെസ്റ്റർഡേ ആണ്. അപ്പൊ ആ അറ്റൻഡിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഐ കുഡന്റ് അറ്റൻഡ് സ്കൂൾ യെസ്റ്റർഡേ, ഇന്നലെ സ്കൂള് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ആ യെസ്റ്റർഡേ അവിടെ ഒരു അഡ്വർബ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ഹി റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവരി മോർണിംഗ്. അപ്പൊ അവിടെ ആ റീഡ്സ് എന്ന് പറയുന്നതാണ്, അവിടെ വായിക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ്. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി, വല്ലപ്പോഴും അല്ല വായിക്കുന്നത്, എല്ലാ ദിവസവും. ഇപ്പൊ വല്ലപ്പോഴും വായിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും, ഇപ്പം ന്യൂസ് പേപ്പർ വെരി റെയർലി, വളരെ
എന്താണ് വളരെ ചുരുക്കമേ വായിക്കാറുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ പോലും ആ റെയർലി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അഡ്വർബാണ്. അതേപോലെ തന്നെ ഇവിടെ എവരി മോർണിംഗ് എന്ന് പറയുന്ന ഒരു അഡ്വർബാണ്. എല്ലാ പ്രഭാതത്തിലും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അതൊരു എന്താണ് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. എല്ലാ മോർണിംഗും വായിക്കാറുണ്ട്. അപ്പം അവിടെ ആ വെർബിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എല്ലാ മോർണിംഗും പത്രം വായിക്കാറുണ്ട്. ആ വെർബിനുള്ള ഒരു വിശേഷമാണ് തന്നിരിക്കുന്നത്. ക്യാൻ യു കം സ്വിഫ്റ്റ്ലി. കം ആണ് അവിടുത്തെ വെർബ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വേഗത്തിൽ, പെട്ടെന്ന് വരാൻ സാധിക്കുമോ? അതാണ് അവിടെ ചോദിക്കുന്നത്. നിന്നെക്കൂടെ പെട്ടെന്ന് വരാൻ സാധിക്കുമോ? അപ്പം വരിക എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. പക്ഷെ പെട്ടെന്ന് വരിക, അതാണ് ആ വെർബിന് കൊടുത്തിരിക്കുന്ന വിശേഷണം. ഓക്കെ, ദെൻ ഹി വാസ് ടയേർഡ് ദാറ്റ് ഹി കുഡ് ബെയർലി കീപ് ഹിസ് ഐസ് ഓപ്പൺ. താഴോട്ട് വരുന്ന കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ബെയർലി ഐസ് ഓപ്പൺ ഡ്യൂറിംഗ് ദ ലെക്ചർ, അതാണ് എന്താണ് ലെക്ചറിന്റെ സമയത്ത്. ഈ സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരും കണ്ണടച്ചിരിക്കുകയായിരിക്കും, ഉറങ്ങായിരിക്കും തോന്നുന്നില്ല. കുറച്ചുകൂടെ രാത്രിയോ അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ ക്ലാസ് വെക്കുമായിരുന്നെങ്കിൽ ഈ ഓപ്ഷൻസ് കറക്റ്റ് ആയിരുന്നു. അപ്പം he was so tired that he could barely keep his eyes open during the lecture. ആ ലെക്ചറിന്റെ സമയത്ത് അവന് കണ്ണ് തുറന്നു വെക്കാനും സാധിച്ചില്ല, അത്രയും ടയേർഡ് ആയിരുന്നു. അപ്പം ഇവിടെ കീപ് ഹിസ് ഐസ് ഓപ്പൺ അതാണ് ഇവിടുത്തെ വെർബായിട്ട് വരുന്നത്. അപ്പൊ ബെയർലി കീപ് ഹിസ് ഐസ് ഓപ്പൺ, കണ്ണ് തുറന്നു വെക്കാനേ സാധിച്ചില്ല. അപ്പൊ അവിടെ ബെയർലി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആഡ്വർബ് ആയിട്ടാണ്. അത് ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ്, എത്ര എക്സ്റ്റെൻഡ് വരെ. ഓക്കെ, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക്ക് ആഡ്വർബ് ആണ്. ആഡ്വർബ് എന്ന് പറയുന്നത് വെർബിന് കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്. വെർബിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, അല്ലെ നമ്മൾ ചെയ്ത ആ ആക്ഷന് ഒരു കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആഡ്വർബ്സ് തന്നെ ഈ ആഡ്വർബ്സ് ഓഫ് മാനർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. ഇത്രയും ടൈപ്പ് ആഡ്വർബ്സ് യൂസ് ചെയ്യാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 5 ടേംസ് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുക ഇതിൽ ഏതാണ് അഡ്വർബ്, അല്ലെങ്കിൽ ഈ യൂസ് ചെയ്തിരിക്കുന്ന അഡ്വർബ് ആണോ, വെർബ് ആണോ, നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, ഈ ടൈപ്പ് 4 ഓപ്ഷൻസ് വന്നിട്ട് ചൂസ് ചെയ്യുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കാറുള്ളത്. ഇത് കുറച്ചുകൂടി കൂടുതൽ വ്യക്തമാവാനായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ടോപ്പിക്സ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ നമുക്കിത് കുറച്ച് കൂടുതൽ ക്ലിയർ ആകും. എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഒരു എക്സാമിന് ചെല്ലുമ്പോൾ ഒരു സംശയം ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ആൻസർ കോൺഫിഡന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ആഡ്വർബ്സ് എന്താണ് ചെയ്യുന്നത്? പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ഹൗ, വെൻ, വെയർ ഓർ ടു വാട്ട് എക്സ്റ്റെന്റ്. എങ്ങനെ, എപ്പോൾ, എവിടെ, ഒരു എത്ര എക്സ്റ്റെന്റ് വരെ, എത്ര ഫ്രീക്വന്റ് ആയി, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് സെന്റൻസസ് ആണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് പാർട്ടാണ് അഡ്വർബ് പ്ലേ ചെയ്യുന്നത് ഒരു സെന്റൻസിൽ. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കണ്ടത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ദെൻ ക്യാൻ യു കം സ്വിഫ്റ്റ്ലി, പെട്ടെന്ന് വരാൻ, വരിക കം വെർബാണ്, സ്വിഫ്റ്റ്ലി ആണ് അവിടെ ആ വെർബിനെ വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്ന് വരിക, പെട്ടെന്ന് വരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവരി മോർണിംഗ്, അതും ഫ്രീക്വൻസിയാണ് സൂചിപ്പിക്കുന്നത്. പത്രം വായിക്കുന്നു രാവിലെ, എല്ലാ പ്രഭാതത്തിലും പത്രം വായിക്കുന്നു. അപ്പൊ ആ വെർബിന് ഒരു വിശേഷണം കൊടുക്കുകയാണ് അവിടെ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ സിലബസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് 2 പാർട്ടുണ്ട്, ഗ്രാമർ പാർട്ടുണ്ട്, വൊക്കാബുലറി പാർട്ടുണ്ട്. രണ്ടിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. നമുക്ക് 20 മാർക്കാണ് ഇംഗ്ലീഷിനുള്ളത്. ആ 20 മാർക്ക് സ്കോർ ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഗ്രാമർ പാർട്ടിനും വൊക്കാബുലറി പാർട്ടിനും സെയിം മാർക്കാണ്, 10 മാർക്ക് വെച്ചുകൊണ്ട് രണ്ടിനും. വൊക്കാബുലറി നമ്മൾ അടുത്ത ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഇത്ര വൊക്കാബുലറി വെച്ച് പഠിച്ച് നമ്മുടെ പ്രിലിംസ് എക്സാം ആകുമ്പോഴേക്കും ഒരു നല്ല ക്വാണ്ടിറ്റി വൊക്കാബുലറി നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ. അതിനകത്ത് ഈ ഗ്രാമറിനകത്ത് തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന്. പാർട്സ് ഓഫ് സ്പീച്ചിൽ 8 പാർട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ 4 പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നൗണ്,
പ്രോനൗണ്, വെർബ്, ആഡ്വർബ്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു. വളരെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് വർക്ക്ഔട്ട്സ്, വർക്ക്ഷീറ്റ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൂടുതലും ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. കുറെ അതിനകത്ത് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അതേപോലെ തന്നെ അത് കൂടാണ്ട് അതല്ലാണ്ട് അത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും ഈ ടോപ്പിക്ക് തീരുമ്പോൾ. ഓക്കെ, അപ്പം ഇതുവരെ പഠിപ്പിച്ചതിൽ ഇന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.